വെൽക്കം ടു ട്രാവൽ ഇമ്പാക്ട് ബൈ ഹരീഷ്. ട്രാവൽ ഇമ്പാക്ട് ബൈ ഹരീഷ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോർണിഷ് ബീച്ച് എന്ന അബുദാബിയിലെ ബീച്ചാണ്. അബുദാബിയുടെ ഹൃദയഭാഗത്തു സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് വളരെ മനോഹരവും നീല ജലാശയത്താൽ സമൃദ്ധവുമാണ്. പണ്ടത്തെ ബീച്ചിൽ നിന്നും ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പല വഴികളിലൂടെയും ഇപ്പോൾ മണ്ണ് നിറച്ചിരിക്കുകയാണ്. അവർ പുതിയ ബിൽഡിങ്ങുകൾ കെട്ടുവാൻ വേണ്ടിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മദീന സയ്യിദ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവിടെയാണ് ഞാൻ ഇറങ്ങിയത്. ശരിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബീച്ചിനടുത്ത് കുറച്ച് 1 കിലോമീറ്റർ അപ്പുറം തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് അവിടെ ഇറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ബസ്സിൽ കയറി അങ്ങോട്ട് പോകാവുന്നതാണ്. വഴിയിലുടനീളം ഒരുപാട് ഗാർഡനുകളും ആകാശമുട്ടെ അമ്പരചുംബികളായി നിൽക്കുന്ന ബിൽഡിങ്ങുകളും റെസ്റ്റോറൻറ്റുകളും ഒരുപാടുണ്ട്. ജ്യൂസ് പാർലറുകൾ യഥേഷ്ടം ലഭ്യമാണ്. ഈ ചൂടിൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും കുളിര് പകരാൻ അബുദാബി ബീച്ച് എന്തുകൊണ്ടും അനുയോജ്യമാണ്. ഞാനും അത് നുകരുവാൻ വേണ്ടി ഒരു ദിവസം അബുദാബി ബീച്ചിലേക്ക് യാത്രയായി. പോകുന്ന വഴിക്ക് ഞാൻ മദീന സയ്യിദിൻ്റെ അവിടുത്തുള്ള ലസ്സി ഷോപ്പിൽ നിന്നും ഒരു ഫലൂഡ കഴിക്കുകയും അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഞാൻ വഴികളിലൂടെ കാഴ്ചകൾ കണ്ട് അവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ സീബ്ര ലൈനിലൂടെയോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാസിലൂടെയോ പോകേണ്ടതാണ്. ഏത് രാജ്യത്തും നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമം പാലിക്കേണ്ടത് ബാധ്യസ്ഥതയുണ്ട്. ഇല്ലെങ്കിൽ കനത്ത പിഴ തന്നെ നൽകേണ്ടി വരും. ഇത് നമ്മുടെയും വണ്ടികളുടെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത്. ഇത് അണ്ടർഗ്രൗണ്ട് പാസേജാണ്. കണ്ടോ എത്ര മനോഹരമായ രീതിയിലാണ് ചിത്രാലങ്കാര രീതികൾ. അതുപോലെ തന്നെ കണ്ടോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് വളരെയധികം മനോഹരമായി മനസ്സിന് ഇമ്പം നൽകുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ വാട്ടർഫാൾസും ഉണ്ട് ഇതിനുള്ളിൽ. പിന്നെ അബുദാബി ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് പല പാർക്കുകളുണ്ട്. ഈ പാർക്കുകൾ കഴിഞ്ഞ് വേണം നമ്മൾ അബുദാബി ബീച്ചിലേക്ക് എത്താൻ. അവിടെ ഫാമിലിക്ക്, കുട്ടികൾക്കും അതുപോലെ തന്നെ ഗ്രൂപ്പുകൾക്കും അവിവാഹിതർക്കും എല്ലാവർക്കും പ്രത്യേകം ഉപയോഗിക്കാനുള്ള ഇടങ്ങളുണ്ട്. അതുപോലെ തന്നെ കുളിക്കുവാനും നമുക്ക് വസ്ത്രം മാറുവാനും താമസിക്കുവാനും ഉള്ള ഇടങ്ങളും അവിടെ ലഭ്യമാണ്. ലൈഫ് ഗാർഡുകൾ യഥേഷ്ടം എപ്പോഴും സുസജ്ജമായിരിക്കുന്നു. അവിടെ ആൾക്കാർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രൊട്ടക്ഷന് വേണ്ടി ലൈഫ് ഗാർഡുകൾ 24 hours അവിടെ സന്നദ്ധമാണ്. ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും അതുപോലെ വാട്ടർഫാൾസും നിറഞ്ഞതാണ് അബുദാബി ബീച്ച്. നമ്മുടെ ബീച്ചുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളതുപോലെയല്ല ഇവിടുത്തെ ബീച്ചുകൾ. പിന്നെ നടക്കുവാനുള്ള പാതകൾ, സൈക്ലിങ്ങിനുള്ള പാതകൾ എല്ലാം വ്യത്യസ്തമാണ്. രണ്ടിനും വെവ്വേറെ പാതകൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ വാട്ടർഫാൾസുകൾ വളരെയധികം മനോഹരമായ രീതിയിലിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ചൂട് കാലത്ത് രാത്രി 12 മണി വരെ അവിടെ ഓപ്പണാണ്. നമുക്ക് രാത്രിയാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഈ ചൂട് കാലത്ത് അവിടെ വരുന്നു, ലൈറ്റ് ആസ്വദിക്കുന്നു, അവിടുത്തെ മനോഹാരിതകൾ ആസ്വദിക്കുന്നു. താങ്ക് യു.